ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. വർക്ക് ഹാർഡ് ആൻഡ് ഏൺ ഗുഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. നന്നായിട്ട് പണിയെടുക്കുക. നന്നായിട്ട് പണിയെടുക്കാതെ ഒരു പണിയെടുക്കാതെ ജീവിക്കാനാണ് ചില ആൾക്കാർ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വരുന്നത്. കാരണം നമുക്ക് കുറെ കഴിയുമ്പോൾ ഒരു പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. 25 വർഷമായി, പക്ഷെ ഇത് നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പണി എടുക്കുക എന്നുള്ളതല്ല, ലിവറേജിങ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇത് പലർക്കും മനസ്സിലാവുന്നില്ല. ലിവറേജിങ് എന്താണ്, സ്മാർട്ട് വർക്ക് എന്താണ്, ഹാർഡ് വർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആദ്യം നമ്മൾ ഹാർഡ് വർക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. നമ്മള് ബിസിനസ്സിനകത്ത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്, ഏത് കാര്യത്തിലും, ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മാത്രമല്ല, എന്ത് ബിസിനസ്സിലും നമ്മളെ ഒരു ശീലം ഉണ്ടാകേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയർഡ് ആവും. പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ് ഒക്കെ പലപ്പോഴും പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരു ജോലി കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസിന്റെ കൂടെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ പെട്ടെന്ന് ടയർഡ് ആവുന്നു, പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കുന്നു, നമുക്ക് സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും മനസ്സിലാക്കാം, നമ്മുടെ ജീവിതത്തില് നമ്മൾ എന്തിനെങ്കിലും വളരെ സ്നേഹത്തോടെ, വളരെ എന്താ പറയുക, ഇഷ്ടത്തോടെ എന്തെങ്കിലും ഒരു പാഷനേറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് എത്ര നേരം ചെയ്താലും നമ്മൾ ക്ഷീണിക്കില്ല, അത് ഉറപ്പാണ്. നമുക്കറിയാം, അപ്പൊ ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ എനിക്ക് 10 മണിയൊക്കെ കഴിയുമ്പോൾ ഉറക്കം വരും. പക്ഷെ നമ്മുടെ വീട്ടിലൊരു കല്യാണമോ ഒരു ഫംഗ്ഷനോ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ വെളുക്കുന്നവരെ നമ്മൾ ഉറങ്ങാതിരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും പിറ്റേ ദിവസം നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുള്ളി ചാർജിലാണ്. പക്ഷെ അടുത്ത വീട്ടിലൊരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് ഭയങ്കര ഉറക്കമായിരിക്കും. നമ്മൾ നേരെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങും അല്ലെ. നമ്മളെ ആയിട്ട് ഇൻവോൾവ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോറും നമുക്ക് അതിനകത്ത് എക്സൈറ്റ്മെന്റും ആവേശവും ഒക്കെ വളരെ കൂടുതലായിരിക്കും. സോ നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക്കലി ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ഇസ് നോട്ട് എ സ്ട്രഗിൾ, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ അല്ല. പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്ന പണിയെടുക്കുക, അതായത് നിങ്ങൾ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാല് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് ഒരു സ്ട്രഗിൾ ആയിട്ടോ ഒരു ഭാരമായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഇൻവോൾവ് ഇൻ ദാറ്റ്. നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ് അല്ല. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ എത്ര സമയം ജോലി ചെയ്താലും എത്ര കാര്യങ്ങൾ ചെയ്താലും ടയർഡ് ആവത്തില്ല, ഫുള്ളി എക്സൈറ്റഡ് ആയിരിക്കും. കാരണം അവർക്ക് അറിയാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്, അവർക്കൊരു വലിയ ഒരു കാര്യമുണ്ടെന്ന് നമുക്കറിയാം. സോ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്ട്രഗിൾ, ഇറ്റ് ഷുഡ് ബി എ ലൈഫ് സ്റ്റൈൽ. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വെറുതെ നിങ്ങൾക്ക് കിട്ടില്ല. അതായത് സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലോ അല്ലെങ്കിൽ അങ്ങനെ വന്നു ചേരുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കാം. നത്തിങ് വർത്ത് വൈൽ വിൽ കം ടു യു ഈസി. അതായത് ഈസി ആയിട്ട് ഒരു സാധനം വരില്ല. നമ്മൾ പറയാറുണ്ട് പല ആൾക്കാർ. ഇപ്പൊ എനിക്ക് അതിശയകരമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു പത്രസ്ഥാപനത്തിൽ ഇപ്പൊ പുള്ളി പത്രസ്ഥാപനത്തിലല്ല വർക്ക് ചെയ്യുന്ന, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സംഭവം, അവര് കലാകൗമുദിക്ക് വേണ്ടിയിട്ട് ഒരു സർവേ നടത്തി. കേരളത്തിൽ എത്രയോ വർഷം ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ലോട്ടറി അടിച്ച ആൾക്കാരുടെ ഇന്നത്തെ ജീവിതശൈലി എത്ര 20 വർഷത്തെ 15 വർഷത്തെ ആണ്ടൊക്കെയാണ്, എത്രയോ വർഷത്തെ ഓർക്കുന്നില്ല. കോവിഡിന് മുമ്പാണ് അങ്ങനെ ഒരു സർവേ നടത്തി. ആ സർവേ നടത്തി കഴിഞ്ഞിട്ട് ആദർശ് എന്നാണ് ഒരു ആദർശ് എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. 15 വർഷം മുമ്പൊക്കെ 25 ലക്ഷം രൂപ ലോട്ടറി അടിച്ച്, 20 വർഷം മുമ്പ് 1 കോടി 2 കോടിയൊക്കെ ലോട്ടറി അടിച്ച ചില ആൾക്കാര് ഇന്ന് നമ്മൾ അവരുടെ മുകളിൽ സർവേ എടുത്ത വീട്ടിൽ ചെന്നാൽ കയറ്റവും കൂടി ഇല്ല. അതെന്താന്ന് വെച്ചപ്പോൾ അവരൊക്കെ ഭയങ്കര പരിതാപകരമായ അവസ്ഥയാണ് ഒരു 90% ആൾക്കാരുടെ. അപ്പൊ നമ്മൾ ഇവർക്ക് ഈ ലോട്ടറി എടുക്കുന്ന എന്തിനാ വഴിയുന്നത്? നമുക്ക് ലോട്ടറി എടുത്ത് നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് വെച്ചിട്ടാണ്. കാരണം നമുക്ക് മുടക്കില്ലാതെ പണിയെടുക്കാതെ കിട്ടാവുന്ന ഏറ്റവും നല്ല, പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് കേരള സ്റ്റേറ്റ് ലോട്ടറി. വേറൊരു സംസ്ഥാനത്ത് ഇത്ര ലോട്ടറി ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ ചില സുഹൃത്തുക്കൾ കഴിഞ്ഞ പ്രാവശ്യം ബോംബെന്ന് വന്ന സമയത്ത് അവരിങ്ങനെ ലോട്ടറിയെ കുറിച്ച് കയറി ലോട്ടറി എടുക്കാനായിട്ട് എന്നോട് ചോദിച്ചു, നീ എടുക്കുന്നില്ല? അവൻ ഞാനിത് എടുക്കുന്നില്ല, കാരണം നീയൊക്കെ എടുത്താൽ എനിക്ക് കിട്ടുമല്ലോ, പേടിക്കണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മള് ലോട്ടറി എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. ലോട്ടറി എടുക്കുന്നു, വീട്ടിൽ കൊണ്ട് വെക്കുന്നു, സ്വപ്നം കാണുന്നു. പിന്നെ നമ്മൾ ലോട്ടറി ഫലം വരുന്ന ദിവസം പിറ്റേ ദിവസം രാവിലെ പേപ്പറിലോ ചിലപ്പോൾ ഇപ്പൊ ലൈവായിട്ടോ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നോക്കിയിരിക്കുന്നു, വേറെ പണിയൊന്നും ഇതിനകത്തില്ല. അപ്പൊ ഈ ചങ്ങാതി നടത്തിയ 15-20 വർഷത്തെ സ്റ്റഡിക്കകത്ത് കണ്ടുപിടിച്ച് ഒരു 90% ആൾക്കാർക്ക് അതുകൊണ്ട് പ്രയോജനപ്പെട്ടില്ല. അത് വേറെ ആരോ കൊണ്ടുപോകും, എന്തൊക്കെയോ ചെയ്തല്ലേ, പൊട്ടടിച്ച് വീട് വെച്ച് വീട് വിറ്റു, അങ്ങനത്തെ അത് വീട്ടിൽ കയറ്റാൻ അത് 1.5-2 കോടി എത്ര അടിച്ച ഒരാൾ, 1 കോടി 2 കോടി അടിച്ച ഒരാള് വീട്ടിൽ പോലും കയറ്റിയില്ലെന്ന് പറഞ്ഞത്. കാരണം അവർ പറഞ്ഞ് ഇതിനോട് കയറുക പോലും മിണ്ടരുത് ലോട്ടറി എന്നുള്ള അവസ്ഥയിലെത്തി. നമ്മുടെ ധാരണ എളുപ്പത്തിൽ കിട്ടുന്ന എല്ലാ കാര്യമാണ് നമ്മൾ നോക്കി നടക്കുന്നത്. എളുപ്പത്തിൽ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള സക്സസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ വേർത്തുവയിലായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ല, നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സോ നമ്മുടെ പോളിസി ഇതായിരിക്കണം, ഹാർഡ് വർക്ക് അല്ലെങ്കിൽ വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്. നമ്മൾ പണിയെടുക്കുന്ന നമ്മള് വർക്ക് ചെയ്യുക, ഹാർഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. അത് നമ്മൾ സൈലന്റ് ആയിട്ട് ചെയ്യുക. നമ്മൾ ചില ആൾക്കാരുണ്ട് വളരെ ബഹളം വെച്ചിട്ടാണ് ചെയ്തത്, ഭയങ്കര അവർ കാണുന്നതന്നെ നമുക്ക് സങ്കടം വരും. നമ്മൾ ചില ആൾക്കാർ അടുത്ത് പോയിരുന്ന അവരുടെ ഇത് കാരണം, എനർജി കാരണം നമുക്ക് പേടി വരും. എനിക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട്, പക്ഷെ അവര് റിസൾട്ട് എന്ന് പറഞ്ഞ കാര്യമായിട്ടൊന്നും റിസൾട്ട് ഇല്ലതാണ്. സോ നമ്മളൊരു പോളിസി ഇതായിരിക്കണം, വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് ദ സക്സസ് മേക്ക് ദ നോയ്സ്.
നിങ്ങളുടെ വിജയമായിരിക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക. നമ്മൾ പറയാറുണ്ട് ഈ കോഴി മുട്ടയിടുമ്പോൾ ഭയങ്കര സൗണ്ടാണ്, അത് വാണ്ടുകൾ അറിയിക്കും കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ. പക്ഷെ ആന പ്രസവിക്കുമ്പോൾ ആരും അറിയാറില്ല. കാരണം വെച്ചാൽ ആന വളരെ കൂളായിട്ട് പോകുന്നല്ല, അത് സൈലൻസിലാണ്. അതുപോലെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പല ആൾക്കാരും വലിയ ഇരുത്തം വന്ന ആൾക്കാർ വലിയ ബഹളമൊന്നും വെക്കാറില്ല. അതേസമയത്ത് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്ത് ബഹളായിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ബിസിനസ് ആണെങ്കിലും തുടങ്ങുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ ഭയങ്കര ബഹളമാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകണം സ്പൈറലിനേക്കകത്ത്, എത്രയും സ്പൈറലിനെ കമ്പനി ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞ് പേടിക്കണ്ട, സ്പൈറലിനെ ആൽഗയല്ല, അത് പെട്ടെന്ന് വളർന്നോളൂ, 30 ദിവസം മതി, നീ വിട്ടു പോകാൻ പോലും. ഈ ചങ്ങാതി ഇപ്പൊ ഇല്ല, പുള്ളി 6ാമത്തെ നെറ്റ്വർക്കിലാണ് ഇപ്പോൾ ഉള്ളത്, മനസ്സിലാക്കണം പുള്ളി. അപ്പം ഇതുപോലെ ബഹളമൊക്കെ വെച്ച് കാലമൊക്കെ വെച്ച് ഇറങ്ങുന്ന പല ആൾക്കാരെ നമുക്ക് ഇഷ്ടപോലെ കാണാൻ പറ്റും. ബേസിക്കലി പ്രശ്നം വെച്ചാല് നമ്മൾ ജീവിതത്തിന്റെ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയ വളരെ ലളിതമാണ്. ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് ജീവിതത്തിൽ എങ്ങും വിജയിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, എപ്പോഴും നോക്കേണ്ടത് എലിവേറ്റർ ടു സക്സസ് ഈസ് ഔട്ട് ഓഫ് ഓർഡർ. യു വിൽ ഹാവ് ടു യൂസ് ദ സ്റ്റെയർസ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. അതായത് ജീവിതത്തിൽ എപ്പോഴും നോക്കുന്നത്, നമ്മൾ ലിഫ്റ്റിനെ കുറിച്ച് എസ്കലേറ്റർ ഒക്കെ ആണല്ലോ ഇന്നത്തെ കാലത്ത്. ഒരു ഹോട്ടലിൽ ഒരു സ്ഥലത്ത് ചെന്നാൽ 2 നിലയുടെ മുകളിലോട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ നമ്മൾ ലിഫ്റ്റിൽ കയറി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. 1ാമത്തെ നിലയിലേക്ക് ഒരു ലിഫ്റ്റിൽ കയറി പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ സക്സസിന് വേണ്ടി ഇതുപോലെ ലിഫ്റ്റ് നോക്കിയാൽ അത് കേടാണ്. അതിന് പകരം നമ്മൾ സ്റ്റെയർ കേസ് കയറി പോകണം. സ്റ്റെയർ കേസ് കയറി 50ാമത്തെ നില വരെ കയറുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ബിൽഡിങ്ങിന്റെ 32ാമത്തെ നില വരെ ഒരു 5-8 മാസം മുമ്പ് കയറിയിട്ടുണ്ട്. 32 നില പണിതുകൊണ്ടിരിക്കുന്നതിന് മുകളിൽ വരെ കയറിയിട്ടുണ്ട്. ലിഫ്റ്റ് ഉണ്ടായിരുന്നു, അവരെ മറ്റേ സർവീസ് ലിഫ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാനൊരു കയറി കുറെ സമയം ഇടയ്ക്ക് നിൽക്കേണ്ടി വന്നു. എക്സ്പീരിയൻസ്. അതുപോലെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി ഒരു സ്വിച്ച് ഇട്ടാൽ മുകളിലോട്ട് പോകുന്ന കാര്യം നോക്കി നടക്കുന്ന ആൾക്കാരാണ്. ഞാനും കുറെ ആൾ നോക്കി നടന്ന അവസാനം നടന്നില്ല. മനസ്സിലാക്കേണ്ട കാര്യം, യു ഹാവ് ടു ക്ലൈംബ് ദ സ്റ്റെപ്പ് വൺ അറ്റ് എ ടൈം. അതായത് സ്റ്റെയർസ് കയറി തന്നെ പോകണം, ഒരു പ്രാവശ്യം ഒരെണ്ണം വെച്ചിട്ട് കയറാളെന്ന് മനസ്സിലാക്കാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹാർഡ് വർക്ക് ഈസ് എ ലൈഫ് സ്റ്റൈൽ. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു സ്ട്രെസ്സോ ഒക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെ ഞാൻ ഇതിനെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യത്തോടു കൂടിയാണോ ചെയ്യുന്നത്, മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത്. ചില ആൾക്കാരൊക്കെ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഒരേ പോലെ ചെയ്യുന്ന കാണാൻ പറ്റും, വളരെ ലളിതമായിട്ട് ചെയ്യുന്ന കാണാൻ പറ്റും. അവരൊക്കെ ശരിക്കും അവർക്ക് അറിയാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്തുള്ള പൂർണ്ണമായ ബോധ്യമുണ്ട്. പക്ഷെ അതേസമയത്തോ ചില ആൾക്കാരൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും ടയർഡ് ആകുന്നു, അവർക്ക് ഭയങ്കര വിഷമം വരുന്നു, ഞാൻ എന്തിനാ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതശൈലി തന്നെയായിട്ട് ഈ ഹാർഡ് വർക്ക് മാറിയാൽ എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പല ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ പ്രസിഡന്റിനെക്കാളും പ്രധാനമന്ത്രിമാരോ ബിസിനസ്സിലുള്ള ആൾക്കാരൊക്കെ 4-5 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ 4-5 മണിക്കൂർ നരേന്ദ്രമോദി ഉറങ്ങുന്നു ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങേർക്ക് അതൊരു പ്രശ്നമല്ല, അങ്ങേര് ഹാർഡ് വർക്കിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ 4 മണിക്കൂർ ഉറങ്ങി നമ്മളൊരു 6 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങുന്ന ആൾ 6 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഉറക്ക ക്ഷീണമാണ്. കാരണം നമ്മൾ ചെയ്യുന്നതിനകത്ത് പർപ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പർപ്പസ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ എപ്പോഴും മനസ്സിലാക്കുക, ലക്ക് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയണം ഭയങ്കര ലക്കിയാണ്, കാരണം അവന് ഭയങ്കര പെട്ടെന്ന് എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുന്നു, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് വിജയിക്കുന്നു, ചെയ്യുന്ന എല്ലാ കാര്യവും സക്സസ്ഫുൾ ആകുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഈ ലക്ക് എന്നുള്ള എഴുതുന്നത് ഈ സ്പെല്ലിങ് പറയുമ്പോൾ HARDWORK ഹാർഡ് വർക്ക് എന്നാണ് എഴുതുന്നത്. അത് വായിക്കുന്ന ലക്ക് എന്നാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹാർഡ് വർക്ക് കുറച്ചു നാൾ ചെയ്യാന്നുള്ളതല്ല, എപ്പോ വിജയിക്കുന്നോ അവിടം വരെ ചെയ്യാന്നുള്ളതാണ് അതിന്റെ പോളിസി. നിങ്ങൾ മനസ്സിലാക്കാം. സോ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഫോളോ യുവർ ഡ്രീംസ്, ദേ നോ ദ വേ. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടർന്നാൽ സ്വപ്നങ്ങൾക്ക് വഴി അറിയാം. പല ആൾക്കാർക്ക് ഈ പറഞ്ഞ സാധനം ഇല്ല. സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ വിഷസ് ആണുള്ളത്, അതായത് കുറെ ആഗ്രഹങ്ങളുണ്ട്, നടന്നാൽ കൊള്ളാം, നടന്നില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത. എന്നാൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമ്മളിപ്പോ അറിയാം, മൊബൈൽ കുറച്ചു നേരം നമ്മൾ തൊടാതിരുന്ന അതിന്റെ ബാക്ക് ഡ്രോപ്പിൽ വേറൊരു പിക്ചർ വരും, അത് ഞാൻ പിന്നെ സൈലന്റ് ആയി പോകണം, അല്ലെ? നമ്മൾ പറയും ബാക്ക് ഡ്രോപ്പ് എന്നൊരു സാധനമുണ്ട്, നമ്മുടെ ലാപ്ടോപ്പും അങ്ങനെ തന്നെയാണ്. കുറച്ചു നേരം അനങ്ങാതിരുന്ന അതിനകത്ത് ഏതെങ്കിലുമൊക്കെ പിക്ചേഴ്സ് ഇങ്ങനെ വരുന്നതാണ്. അതുപോലെ നമ്മൾ ഒരു ദിവസം കുറച്ചു നേരം വെറുതെ ഇരുന്നാൽ നമ്മുടെ മനസ്സിൽ ഇതുപോലൊരു സാധനം വരുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ്, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ പുറകെ പോകും. നമ്മൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള വഴി അത് കാണിച്ചു തരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, when you follow your dreams, they will show you the way. You have to follow your dreams. ആ ഡ്രീംസ് നിങ്ങളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യണം, ഇൻസ്പയർ ചെയ്യണം, അട്രാക്ട് ചെയ്യണം, മാഗ്നറ്റൈസ് ചെയ്യണം. അപ്പൊ എന്താ ഉണ്ടാവുക? നിങ്ങൾ അതിന്റെ പുറകെ പോകാൻ നിങ്ങൾക്ക് ആവേശം ഉണ്ടാവും. ഹാർഡ് വർക്ക് വിൽ ഓട്ടോമാറ്റിക്കലി ബി യുവർ ലൈഫ് സ്റ്റൈൽ. നിങ്ങളുടെ ജീവിതത്തിലെ ലൈഫ് സ്റ്റൈലായിട്ട് നിങ്ങളുടെ ഹാർഡ് വർക്ക് മാറും. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുക എന്നുള്ളതല്ല. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന് മാത്രമല്ല ഹാർഡ് വർക്ക്. കഷ്ടപ്പെട്ട് പണിയെടുക്കാൽ ഒരു കാര്യം ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്ത് അത് തീരുന്നവരെ എടുക്കുന്നതിന് ഈ ഹാർഡ് വർക്ക് എന്ന് പറയാം. അല്ലാതെ ഭാരിച്ച പണികൾ എടുക്കുന്നോ ഒന്നുമല്ല ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അത് ഹാർഡ് വർക്ക് ആയിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ലിറ്ററലി സെൻസിലുള്ള ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ ഒരു കാര്യം നമ്മൾ ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത്
അത് ഫിനിഷ് ആവുന്ന വരെ ഫോക്കസോട് കൂടി ചെയ്യാം. പല ആൾക്കാരും വെച്ചാൽ ഓരോ ദിവസവും തന്നെ പല ചിന്തകളാണ്. പല ചിന്തകൾ കയറി വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഏതിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്റെ അപ്ലൈന്റെ കുഴപ്പമാണോ, സിസ്റ്റത്തിന്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ എന്നെ കൂടെ നിൽക്കുന്ന ആളുടെ കുഴപ്പമാണോ, ഡൗൺലൈന്റെ കുഴപ്പമാണോ, ഇനി പ്രൊഡക്റ്റിന്റെ കുഴപ്പമാണോ, നമ്മുടെ ലിവഗൈന് പഴയ പോലെ അല്ല, റിസൾട്ട് കിട്ടുന്നില്ല, അതിനകത്ത് ഇച്ചിരി മധുരം കൂടിപ്പോയി. ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഇത് കണ്ടുപിടിക്കുന്നതല്ല, അങ്ങനെയൊന്നുമില്ല. സംഭവിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മളിലേക്കല്ല നോക്കുക, ചുറ്റും നോക്കുക. ഞാൻ കുറെ പണിയെടുത്തു എന്നിട്ട് ഒന്നും റിസൾട്ട് ഇല്ല. ഈ കുറെ പണിയെടുത്തുകൊണ്ടല്ല റിസൾട്ട് വരുന്നത്, എന്ത് പണിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയുന്നത് there is no point in saying that you are busy. നിങ്ങൾ ബിസി എന്ന് പറയുന്ന അല്ല, നിങ്ങൾ എന്തിനെ കുറിച്ച് ബിസിയായി, എന്തിനെ കുറിച്ച് പണിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിങ്ങൾ പോകുന്ന ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിലാണോ, അതോ നമ്മൾ പല കാര്യങ്ങളിലാണോ? നിങ്ങളുടെ വിശ്വാസം എന്തുമാത്രമുണ്ട്? രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ECG ഗ്രാഫ് പോലെ കൂടും കുറയും കൂടും കുറയും കൂടും കുറയാണോ നിങ്ങളുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. യു വിൽ സ്റ്റാർട്ട് എൻജോയിങ് അറ്റ് വൺ ടൈം. ചെയ്യുന്ന കാര്യങ്ങള് ചിലപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടിയൊക്കെ, ഞാനൊക്കെ രാവിലെ 3:30-4 മണിയാകുമ്പോൾ കാറ് പിടിച്ച് മീറ്റിംഗ് എടുക്കാൻ പോയിട്ട് രാത്രി 10 മണിയാകുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണ്, ഉറക്കം വരുന്നുണ്ടാവും. പക്ഷെ നമുക്കതൊരു പണിയായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഒരു ദിവസം തന്നെ നിരന്തരമാണ്, 10 ദിവസമൊക്കെ കണ്ടിന്യൂസ് അതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. 10 ദിവസമൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ നിന്നത്. 3 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് 33 മീറ്റിംഗ് എടുത്തിട്ടുണ്ട്. 33 മീറ്റിംഗ് കോവിഡിന്റെ സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ അതൊക്കെ എടുക്കാനായിട്ട് അതൊന്നൊരു വലിയ പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ കോട്ടയത്ത് നിന്ന് കാർ ഓടിച്ച് കോഴിക്കോട് പോയി മീറ്റിംഗ് ചെയ്തിട്ട് ഫുൾ ഡേ മീറ്റിംഗ് ചെയ്തു. കോട്ടയത്ത് നിന്ന് കാർ ഓടിച്ച് കോഴിക്കോട് എത്തി ഫുൾ ഡേ മീറ്റിംഗ് ചെയ്തു. അതൊന്നും എനിക്കൊരു പണിയായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾ ചില ആൾക്കാരുണ്ട് ടേക്ക് ഓഫ് എന്നുള്ള മീറ്റിംഗ് കാലിക്കറ്റ് ഗേറ്റിൽ ചെയ്ത ദിവസം ഞാൻ കോട്ടയത്ത് രാവിലെ 3:30 കാർ ഓടിച്ച് വന്നിട്ടാണ് ഫുൾ ഡേ, അതായത് ഞാൻ 7.5 മണിക്കൂർ അവിടെ സംസാരിച്ചു വന്നു, 7.5 മണിക്കൂർ. പക്ഷെ അതെന്താ വെച്ചാൽ നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു. അപ്പൊ നമുക്കത് വലിയ ഭാരമായിട്ട് തോന്നാറില്ല. ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, എത്രയോ ആൾക്കാരെ എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ യു വിൽ ബി എ ചാമ്പ്യൻ വെൻ യു സ്റ്റാർട്ട് എൻജോയിങ് ദ ഹാർഡ് വർക്ക്. അല്ലാതെ നിങ്ങൾ പണിയെടുത്തതിന്റെ കളക്കും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് അത് നമുക്ക് എവിടെ എത്താൻ പറ്റും, നിങ്ങൾ എങ്ങും എത്താൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. വൺസ് ഹാർഡ് വർക്ക് ഈസ് യുവർ ലൈഫ് സ്റ്റൈൽ, ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിട്ട് ഹാർഡ് വർക്ക് മാറുമ്പം അതൊരു ജസ്റ്റ് ഒരു ടൈമിന്റെ കാര്യമുള്ളൂ നിങ്ങൾക്ക് വിജയിക്കുന്നത്. പക്ഷേ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സപ്പോസ് ഒരു ഗോൾ സെറ്റ് ചെയ്തു ഈ വർഷത്തേക്ക്, അടുത്ത വർഷത്തേക്ക് ഈ ഗോളിലേക്ക് എത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്ര പേരെ നമ്മൾ കൊണ്ടുവരണം, എന്ന ലെവലിൽ കൊണ്ടുവരണം. അത് നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം? അവരെ നമ്മൾ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യണം? ആരെങ്കിലും ചെയ്തോളൂ, ഞാൻ കുറെ ആൾക്കാരെ കണക്ട് ചെയ്തു, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നാല് യു നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ്. അത് എപ്പോഴും മനസ്സിലാക്കാം. സോ സ്മാർട്ട് വർക്ക് ഈസ് എ വേ അബവ് ഹാർഡ് വർക്ക്. സ്മാർട്ട് വർക്ക് എന്നൊരു കാര്യമുണ്ട്. നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് വരുന്നത്? സ്മാർട്ട് വർക്കിന് വേണ്ടാണ്. ഹാർഡ് വർക്കിനേക്കാൾ ഒരു വഴി മുകളിലാണ്. പക്ഷെ പല ആൾക്കാർ ഈ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാല് അതിന്റെ ലിറ്ററലി അർത്ഥത്തിലാണ് എടുക്കുന്നത്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ വല്ലവനെ കൊണ്ട് പണിയെടുപ്പിക്കുക, നമ്മൾ വെറുതെ ഇരിക്കുക, അങ്ങനെയുള്ള അർത്ഥത്തിലല്ല സ്മാർട്ട് വർക്ക് എന്നുള്ളത് വരിക. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലിവറേജ്. ഇന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ കാലഘട്ടത്തില് ചെറിയ ചെറിയ പ്രായത്തിൽ പോലും ആൾക്കാര് വലിയ ഗ്രോത്തും നേട്ടങ്ങളും ഉണ്ടാക്കാൻ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പൊ നമുക്കറിയാവുന്ന എത്രയോ ആൾക്കാര് ഡിസ്പ്രപ്പോർഷനായിട്ട്, നമ്മൾ പറയുന്നതല്ലേ, ഈ ടാറ്റയുടെ ഗ്രൂപ്പ് ആദ്യത്തെ 100 കോടി ബിസിനസ് എടുക്കാൻ എത്ര വർഷം? 100 കോടി എന്ന വലിയ സംഖ്യയായിരുന്നു. നമുക്ക് 1000 കോടി എന്ന് കണക്കൂട്ടാം. 1000 കോടി എടുക്കാനായിട്ട് എത്ര സമയം എടുത്തു? പക്ഷെ TCS പോലത്തെ കമ്പനികളോ അല്ലെ ഇൻഫോസിസോ, പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഇൻഫോസിസ് പിന്നെ എടുത്തിട്ടുണ്ടാവും, പിന്നെ വന്ന കമ്പനികളൊന്നും അതിന്റെ 10-1 പോലും സമയം എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? അവരുപയോഗിക്കുന്ന സ്മാർട്ട് വർക്കാണ്, ടെക്നോളജിയാണ്. കാലം മാറുന്നതനുസരിച്ച് ടെക്നോളജി, കാലം മാറുന്നതനുസരിച്ച് സ്മാർട്ട് വർക്ക്, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, നമ്മള് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് അത് ആക്ച്വലി ലിവറേജ് ആണ്. ലിവറേജ് എന്നാൽ ഞാൻ ചെയ്യുന്നു, എന്നെ പോലെ ചെയ്യുന്ന ആളെ കിട്ടും. മനസ്സിലായില്ല? അതാണ് ലിവറേജ് എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ചെയ്യാതിരിക്കുന്നു, വേറൊരാൾ ചെയ്യുന്നതിനുള്ള സ്മാർട്ട് വർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. അത് ക്രൂക്കഡ് വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കാം. സോ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ഈസ് യൂട്ടിലൈസിങ് ഈച്ച് സെക്കൻഡ് ആൻഡ് ക്രിയേറ്റിംഗ് മോർ പ്രൊഡക്ടിവിറ്റി. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം മാക്സിമം ഉപയോഗിക്കാം, അതിൽ നിന്ന് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും ഒരാളുടെ സമയം. അതാണ് ഹാർഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എത്ര ശ്രമിച്ചാലും, ഇനി ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്താൽ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, പ്രാക്ടിക്കലി പറ്റില്ല. 24 മണിക്കൂർ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഉള്ളൂ, നിങ്ങൾക്കും അതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് മാക്സിമം 8 മുതൽ 10 മണിക്കൂർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഇതേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അവർക്കും നമുക്കും പ്രയോജനമുള്ള ഒരു കൂട്ടായ്മയായിട്ടുള്ള പ്രവർത്തനം, ദാറ്റ് ഈസ് കോൾഡ് സ്മാർട്ട് വർക്ക്. നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് കൂടുതൽ സമയം ക്രിയേറ്റ് ചെയ്യാൻ. സോ സ്മാർട്ട് വർക്ക് ഈസ് ബീങ് എക്സ്പോണൻഷ്യൽ. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 എന്നുള്ള രീതിയിൽ പോകുന്നതിന് നമ്മൾ ലീനിയർ പ്രോഗ്രഷൻ എന്ന് പറയും.
4, 8, 16, 32, 64 എന്നുള്ളത് ഓരോന്ന് ഇരട്ടിച്ചു പോകുന്നതിന് എക്സ്പോണൻഷ്യൽ എന്ന് പറയും. സോ എക്സ്പോണൻഷ്യൽ ആണ് സ്മാർട്ട് വർക്ക്, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ലീനിയർ ഗ്രോത്ത്, ഈ ബ്ലൂ ലൈന്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഈ റെഡ് ലൈൻ പോലെയാണ്. സോ നമ്മുടെ ജീവിതത്തില് ഇന്നത്തെ കാലഘട്ടത്തില് ഇഫ് യു ആർ നോട്ട് എക്സ്പോണൻഷ്യൽ യു ആർ നോട്ട് ഗോയിങ് ടു മേക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പോണൻഷ്യൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റില്ല. നിങ്ങൾ ജീവിക്കാൻ പറ്റും, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയേക്കാം, പക്ഷെ എക്സ്പോണൻഷ്യൽ ആയിട്ട് പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ ലെവൽ ആണെങ്കിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. സൗഹൃദം നിങ്ങൾ മനസ്സിലാക്കുക, സ്മാർട്ട് വർക്ക് ഈസ് നോട്ട് സംവൺ എൽസ് വർക്കിംഗ് ഫോർ യു ആൻഡ് യു ആർ എൻജോയിങ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വല്ലവരും പണിയെടുക്കുക, ആരെ കുറെ പേരെ നമ്മൾ കൊണ്ടുവന്നു, അവരെല്ലാം ചെയ്യുന്നു, നമ്മളിനൊന്നും ചെയ്യുന്നില്ല, അപ്പൊ അവർ ഇരുന്ന പൈസയ്ക്ക് നമുക്ക് പൈസ വരുമാനം കിട്ടും എന്ന് പറയുന്ന അല്ല സ്മാർട്ട് വർക്ക്. അത് തെറ്റാണ്. അങ്ങനെ ഒരു കാലത്തും വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട, നിങ്ങൾ എങ്ങും എത്താനും പോകുന്നില്ല. സോ നോ സ്മാർട്ട് വർക്ക് വിത്തൗട്ട് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്ന പരിപാടി, ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാൻ ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറയാനുള്ള ധൈര്യം ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യണം. ഞാൻ ചെയ്യുന്നതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായെങ്കിലേ നടക്കുള്ളൂ, അല്ലെ? സോ ബീയിങ് എക്സ്പോണൻഷ്യൽ ഈസ് ദ കീ. അതുകൊണ്ട് ബീയിങ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ എന്താണ് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബിസിനസ് പറയുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ, അല്ലെങ്കിൽ കൂടുതൽ അസറ്റ്സ്, അല്ലെങ്കിൽ കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് ഇതൊക്കെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സ്മാർട്ട് വർക്ക്, നല്ല എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരേപോലെ ചിന്തിക്കുന്ന 10 പേർ ഒരുമിച്ച് കൂട്ടിയാൽ 10 ഇരട്ടി അല്ല റിസൾട്ട് ഉണ്ട്, 100 ഇരട്ടി റിസൾട്ട് കിട്ടും. 1 + 1 ഈസ് നോട്ട് ഈക്വൽ ടു. നമ്മൾ പറയാറുണ്ട്, ഒരാള് വലിക്കുന്ന ഭാരം, സപ്പോസ് ഒരാൾ ഒരു എന്താ പറയുന്നത് 100 കിലോ വലിക്കുമെങ്കിൽ 10 പേര് ചേർന്നാൽ 1000 കിലോ അല്ല, അതിൽ കൂടുതൽ വലിക്കാൻ പറ്റും. നമുക്കറിയാം എക്സ്പോണൻഷ്യലിന്റെ ഗുണം നമുക്കറിയാം. കാണിച്ചു തരാം, എക്സാമ്പിളും കാണിച്ചു തരാം. സോ ക്രിയേറ്റിംഗ് മോർ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആൻഡ് വെൻ ടെക്നോളജി വർക്കിംഗ് ഫോർ യു, ക്രിയേറ്റിംഗ് മോർ ലീഡേഴ്സ്. സക്സസ് വെരി ഗ്ലോബൽ നിങ്ങളെ ഇതിനൊക്കെ നമ്മൾ സഹായിക്കും. എന്തിനാണ്? കൂടുതൽ ലീഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ, കൂടുതൽ ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചേരാനൊക്കെ സാധിക്കുന്നുണ്ടാവും. സോ ഹാർഡ് വർക്ക് ഈസ് എ ഗുഡ് ഫ്രണ്ട്, ബട്ട് സ്മാർട്ട് വർക്ക് ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെ ചെയ്യുന്ന കൂടുതൽ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ, ലിവറേജ് ചെയ്യാം. സോ മേക്ക് എ ഹാർഡ് വർക്ക് ആസ് എ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് അതിന് ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാലാണ്, പാഷനും ഡെഡിക്കേഷനും വളരെ പ്രധാനപ്പെട്ട. പാഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തില് പാഷനേറ്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഉള്ളിലോട്ട് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ, പുറത്തേക്കുന്ന ഒരാൾക്ക് തിരിച്ചറിയാം. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന പലരും പാഷനേറ്റ് ഒന്നുമല്ല. നമുക്ക് 10 മിനിറ്റ് സംസാരിച്ചറിയാം, വെറുതെ ഗ്യാസ് മാത്രമേ ഉള്ളൂ. പാഷനേറ്റ് ആണെങ്കിൽ ഒരു പ്രശ്നം പോലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും, അത് ചെയ്യും, സോൾവ് ചെയ്യും, മുന്നോട്ട് പോകും. നമ്മളെ കുറ്റം പറയാവുന്ന രീതിയിൽ കുറ്റമൊക്കെ പറഞ്ഞു തരും, പക്ഷെ അതിന്റെ സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടുപിടിക്കും. പല ആൾക്കാരും പ്രോബ്ലം ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പം അതിനകത്ത് സൊല്യൂഷൻ അവരുടെ അടുത്ത് തന്നെയാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പ്രോബ്ലം ആയിട്ട് വരുന്ന പല ആൾക്കാരും ചോദിക്കുന്നത്, ഓക്കെ ഈ പ്രോബ്ലം മനസ്സിലായി, ഇനി ഇതിന്റെ സൊല്യൂഷൻ എന്താ നിന്റെ അഭിപ്രായത്തിൽ? അപ്പൊ സൊല്യൂഷൻ അവർക്ക് അറിയാം, പക്ഷെ ആ പ്രോബ്ലം മാത്രമേ അവർ കാണുന്നുള്ളൂ. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നിടത്താണ്. അതാണ് ശരിക്കും പാഷൻ, അതാണ് ഡെഡിക്കേഷൻ. നമ്മൾ ചെയ്യുന്നതിനകത്ത് 100% അർപ്പണ മനോഭാവത്തോടെ വർക്ക് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മളൊരു വലിയ കോസിന് വേണ്ടി, വലിയൊരു എക്സൈറ്റ്മെന്റ് ഉള്ള, അല്ലെങ്കിൽ വലിയ പ്രയോജനമുള്ള, നമ്മളെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് പ്രയോജനമുള്ള ഒരു വലിയ കോസിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവേശം കൂടും. നിങ്ങൾ ഹാർഡ് വർക്ക് നിങ്ങൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. മണിക്കൂറുകൾ വർക്ക് ചെയ്താൽ നിങ്ങൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഞാന് ഇപ്പൊ ചില ആൾക്കാരെ കണ്ടപ്പോ, ചില ആൾക്കാര് ഇപ്പൊ ഈ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണിക്കൂറുകൾ ഇരുന്നാൽ പോലും സമയം പോകുന്ന പോലും അറിയാത്തത്ര സമയങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അങ്ങനെ അപ്പൊ നമ്മളൊരു വലിയ കാര്യത്തെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഉത്തരവാദിത്ത ബോധത്തോടെ ഒരു നല്ല ഒരു കോസ്, ഒരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന അറിയാത്ത പോലും ഉണ്ടാകത്തില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഈ മലയാളികളുടെ, പ്രത്യേകിച്ച് ജനങ്ങളുടെ മൊത്തം ഉണ്ട്, മലയാളികൾ ഇച്ചിരി കൂടുതലും ഉണ്ട്. നമ്മുടെ ഒരു പ്രശ്നം, നമ്മളെല്ലാം ഈ ഉഡായിപ്പ് പരിപാടികളിൽ നമ്മൾ നോക്കി നടക്കണം. എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ എന്താ പറഞ്ഞ മറ്റൊരാൾക്കാരുടെ പണിയെടുപ്പിച്ചിട്ട്, അല്ലെങ്കിൽ പണിയെടുക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം, അങ്ങനെ ചെറിയ ചെറിയ ഉഡായിപ്പുകളിലൊക്കെ നമുക്ക് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ എങ്ങും എത്തിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാം. സോ ഇഫ് യുവർ ഇന്റൻഷൻ ഈസ് ടു ക്രിയേറ്റ് ആൻ എംപയർ, നോട്ട് എ ലിവിങ്, അതായത് ഒരു ജീവിക്കാൻ വേണ്ടി, ഹാൻഡ് ടു മൗത്ത് ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ലെവലിൽ തന്നെ തത്തിക്കളിച്ച് കളിക്കാനുള്ള ഒരു ജീവിതമാണെങ്കിൽ നിങ്ങൾ ഇത്ര പണിയൊന്നും എടുക്കണ്ട.
പക്ഷേ ഇഫ് യു റിയലി വാണ്ട് ടു ക്രിയേറ്റ് എൻ എംപയർ, അതായത് നിങ്ങളൊരു വലിയ സാമ്രാജ്യം സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഇതൊന്നും വേണമെന്നില്ല. പക്ഷെ നമ്മുടെ ഫ്രീഡം, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ സമയമോ പൈസയോ ആരോഗ്യമോ ഒരു തടസ്സമാകാതെ ജീവിതത്തിൽ എല്ലാം ചെയ്യാം. ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ഡ്രീം ആകണ്ട. അല്ലാതെ ഇപ്പൊ ഞാൻ കാർ ഇഷ്ടപ്പെടുന്ന വെച്ചിട്ട് എന്റെ ഭാര്യ എന്റെ മക്കളോ കാർ ഇഷ്ടപ്പെടുന്ന നിർബന്ധമൊന്നുമില്ല. എന്റെ കൂടെയുള്ള ഒരു കാർ ഇഷ്ടപ്പെടുന്ന നിർബന്ധമില്ല. അവരുടെ ഇഷ്ടം വേറെ എന്തെങ്കിലും ആയിരിക്കും. അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റുന്ന, അവരെ സംബന്ധിച്ച് അവരിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു സാമ്രാജ്യം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അതായത് എന്നും ആരുടെയെങ്കിലും ഒക്കെ അടിമയായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പുറകോട്ട് വലിക്കുന്നത്, അത് മിക്കവാറും ഉള്ളവർക്ക് പൈസ ആയിരിക്കും, ചില ആൾക്കാർക്ക് അത് സമയമായിരിക്കും. പൈസ ഉള്ളവന് സമയമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നു, ഇവിടുന്ന് UK-യിലും പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. അവരിവിടുന്ന് പോയിട്ട് അവിടെ കിട്ടുന്ന സാലറി ഇന്ത്യൻ റുപ്പീസോട് കണക്കൂട്ടുമ്പോൾ നല്ല സാലറി ഉണ്ട്. ഈ സാലറി സേവ് ചെയ്യും, അവിടെ ഒന്നും എൻജോയ് ചെയ്യാതിരിക്കാൻ. എന്തിനാ വർഷത്തിൽ ഒരിക്കലോ 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ വരാൻ? ഇത് എന്തിനാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്. അപൂർവം ചില ആൾക്കാർ അല്ലാതെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് അവിടെ പോയി ഒന്നും എൻജോയ് ചെയ്യാതെ, വർഷങ്ങളോളം എൻജോയ്മെന്റ് പോലും ഇല്ല, ചെലവാക്കാതെ, ചെലവാക്കുമ്പോൾ കണക്കൂടും. നാട്ടിൽ വന്നിട്ട് വേണം 15 ചുരിദാറും 15 ഷർട്ടും മേടിച്ചിട്ട് പോകണം. പിന്നെ എന്തിനാ UK പോയെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. നാട്ടിലോട്ട് തിരിച്ച് ലീവിന് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ പൈസ സേവ് ചെയ്യുന്നത്. ഇത് നാട്ടിൽ ഇരുന്നാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇതൊന്നും അർത്ഥമില്ല. അതൊക്കെ ഹാർഡ് വർക്ക്, വേസ്റ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കുകളിലേക്കാണ് പലപ്പോഴും പോകുന്നത്. പക്ഷെ ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളറിയാം, ഇപ്പൊ ഒരു കണക്കിന് വിദേശ രാജ്യങ്ങളിൽ പോയ ആൾക്കാര് മൾട്ടിപ്ലിക്കേഷന്റെ ബെനിഫിറ്റ് നോക്കി പോയ ആൾക്കാർ അല്ലെ. ഇപ്പൊ സൗദിയിലോ അല്ലെങ്കിൽ ദിറംസിലോ ഒക്കെ കണക്ക് കൂട്ടിയാൽ മൾട്ടിപ്ലിക്കേഷൻ കിട്ടും. UK പൗണ്ടിലോ അല്ലെങ്കിൽ യൂറോയിലോ അല്ലെങ്കിൽ ഡോളേഴ്സിലോ ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ നമ്മളെക്കാളും ഇപ്പൊ 80-90 ഇരട്ടിയൊക്കെ പൈസക്ക് വാല്യൂ ഉണ്ട്. അപ്പൊ അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് പൈസയുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മളിവിടെ ചിന്തിക്കുന്നത് എനർജി അല്ലെങ്കിൽ ആൾക്കാരുടെ അല്ലെങ്കിൽ ടൈമിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ആക്ച്വലി വാട്ട് വിൻസ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു എംപയർ ക്രിയേറ്റ് ചെയ്യുക, ഒരു ലിവിങ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഹാർഡ് വർക്ക് ഫോർ എ കോസ്, ഒരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി എന്തിലേക്കാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് മാക്സിമം പണിയെടുക്കുക. ഒരു ശകലം സമയം കിട്ടിയാലും നമുക്കറിയാം അതിനുവേണ്ടി നിങ്ങൾ ചിന്തിക്കുക, എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കുക, ആരെ നമുക്ക് ഇതിനകത്ത് വിജയിപ്പിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൊഡക്റ്റ് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം, എങ്ങനെ അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാം, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം ഉണ്ടാകുന്നത്, നമുക്ക് ശരിക്കും പറഞ്ഞ എനർജി പാഷനും ഒക്കെ ആയിട്ട് മാറുന്നത്. സോ അതുകൊണ്ട് മനസ്സിലാക്കുക, ഡു നോട്ട് എവർ തിങ്ക് ദാറ്റ് യു വിൽ എവർ ബി സക്സസ്ഫുൾ ഇഫ് യു വർക്ക് ഈവൻ വെൻ യു ഗെറ്റ് ടൈം. അതായത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ, എല്ലാം കഴിഞ്ഞ് സമയമുള്ളപ്പോൾ, നമുക്ക് ഇന്നൊരു പരിപാടിയില്ല, ഒരു സൺഡേ ആണ്, വേറെ ഒരു പരിപാടിയില്ല, TV-യിൽ സിനിമയൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് OTT-യിൽ എല്ലാ സിനിമയും കണ്ടു കഴിഞ്ഞു, എന്നാൽ പിന്നെ ഇന്നങ്ങ് ചെയ്തേക്കാം, അങ്ങനെ വിചാരിക്കുന്ന ജീവിതത്തിൽ എവിടെയില്ല എത്തും. ഇതിനിടയിൽ കൂടെ നമ്മൾ പോയി നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല നമ്മൾക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ പല സമയത്തും പല കാര്യങ്ങളും ഇപ്പം നമുക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്യണം നമുക്ക് തോന്നി, ആ സമയത്ത് പോയി ചെയ്യുക. അല്ലാതെ അതിന് വേറെ ഇതൊന്നുമില്ല. നമുക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്ത് ജീവിതത്തിൽ ആരും വലിയ ലെവലിൽ എത്തിയിട്ടില്ല. അതിനുവേണ്ടി സമയം കണ്ടെത്തണം, അതിനുവേണ്ടി പോകണം. സോ വെൻ യു ഹാവ് ഓൾ ദി സർക്കംസ്റ്റൻസസ് ഫേവറബിൾ, എല്ലാ സാഹചര്യവും കറക്റ്റ് ആകുമ്പോൾ ഞാൻ ഇറങ്ങാം. നമ്മളിപ്പം ഞാൻ മൈലേജിൽ തുടങ്ങിയ സമയത്ത് കമ്പനിക്ക് ഒരു ചെറിയ ഓഫീസേ ഉള്ളൂ. ഓഫീസ് വരട്ടെ എന്നിട്ട് ഇറങ്ങാം, ചെറിയ ഓഫീസ്, അവിടെ പോയി എപ്പോഴും സാധനം കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇന്ന് വരെ 7 വർഷമായി ഇന്നുവരെ അവരാരും കണ്ടിട്ടില്ല. അത് മനസ്സിലാക്കാം. നമുക്ക് കംഫർട്ടബിൾ ആകുന്ന സമയത്ത് ഞാൻ എല്ലാം ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകട്ടെ, അപ്പൊ നമുക്ക് ചെയ്യാം, പിള്ളേരെ കല്യാണം കഴിയട്ടെ, അല്ലെ പഠിത്തം കഴിയട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊന്നും ഒന്നും കാര്യത്തിൽ ഇറങ്ങാൻ നിൽക്കാറില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മോസ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് സക്സസസ് ആർ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഇൻകൺവീനിയൻസസ്. അതായത് ഇൻകൺവീനിയൻസസ് അല്ലെങ്കിൽ സ്ട്രഗിൾ, സമയമില്ലാത്ത സമയം ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം നടക്കുന്നു വരുന്നില്ല. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ഫ്രസ്ട്രേഷൻ വരും, സങ്കടം വരും. എന്തിനാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ തന്നെ എന്നോട് പല പ്രാവശ്യവും പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ ഭാവിയിലേക്ക് നമുക്കൊരു മുതൽക്കൂട്ടാണ്. കാരണം വലിയ സക്സസ് ഉണ്ടാണെങ്കിൽ വളരെ സൗമ്യമായിട്ട് നമുക്കറിയാം. അപ്പൊ നമ്മള് ചില കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ജീവിതത്തിൽ ചില ആൾക്കാർ മാത്രം എന്തുകൊണ്ട് വിജയിക്കുന്നു? ഫിലിം ഫീൽഡിൽ നോക്കിയാലും, രാഷ്ട്രീയത്തിൽ നോക്കിയാലും, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നോക്കിയാലും ചില കാര്യങ്ങളിൽ മാത്രം ശരിക്കും എന്തുകൊണ്ട് വിജയിക്കുന്നു? KPCC-യുടെ വളരെ ഉന്നതമായിട്ട് ഒരാൾ, എൻ്റെ ഒരു സുഹൃത്ത്, ആള് മരിച്ചുപോയി, ഇടുക്കിക്കാരനാണ്. ആള് വളരെ വർക്ക് ചെയ്തിട്ടും പുള്ളി അങ്ങ് എത്തിരും. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് സാറേ ചെയ്യാത്തതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, മനോജ് എന്റെ തന്നെ ഉത്തരവാദിത്തം. കാരണം വെച്ചാല് ഞാനൊരു 100% ഡെഡിക്കേറ്റ്, ഒത്തിരി കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ 100% ഡെഡിക്കേറ്റ് ആണെന്ന് വെച്ചാൽ അല്ല. അതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോയി, അതിനിടയ്ക്ക് ഇങ്ങോട്ട് പോയി. അവസാനം എന്താ ഉണ്ടായത്? ഞാൻ എങ്ങും എത്തിയില്ല. അത് ഞാൻ ആരെങ്കിലും കുറ്റം വന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷെ അതേസമയത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടും കമ്മിറ്റഡ് ആയിട്ടും പോകുന്ന ആൾക്കാർ ബിസിനസ്സിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, സിനിമയിലായിക്കോട്ടെ,
അവർ വിജയിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു ഡെഡിക്കേഷൻ. നിങ്ങൾ കാണുന്ന ഞാന് കഴിഞ്ഞ ഇന്നലെ ഒരു വനിതാ മാഗസിൻ ചുമ്മാ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു പയ്യന്റെ സ്റ്റോറിയുണ്ട്. സിനിമയ്ക്കകത്ത് വന്നാണ്. ഇന്നലെ പരിചയമുണ്ടോ പയ്യൻ? അതൊരു സിനിമയ്ക്കകത്തൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ സ്റ്റോറി ചെറിയ പയ്യനാണ്. അവനൊരു ഡിസൈനറൊക്കെയാണ്. ചെറിയ 26 വയസ്സാണ്. ഡിസൈനറൊക്കെയാണ്. ഒരു ഇതൊക്കെ ഉണ്ട്. അവന്റെ സ്റ്റോറിക്കകത്ത് പറയാം, ഞാൻ 100-ൽ കൂടുതൽ ഓഡീഷൻസിന് പോയിട്ടുണ്ട്. 100-ൽ കൂടുതൽ ഓഡീഷൻസിന് പോയിട്ട് റിജക്ട് ആയിട്ടുണ്ട്. തന്നെ 100-ൽ കൂടുതൽ ഓഡീഷൻസിന് പോയി റിജക്ട് ആയിട്ട് പിന്നെ പോകാനുള്ള ധൈര്യം ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഡെഡിക്കേഷൻ. ഇവിടെ നിങ്ങൾ 10 പേരെ ബിസിനസ് കാണിക്കുമ്പോൾ നോ പറയാം. 10 പേരൊന്നും വേണ്ട, 5 പേര് മതി. അല്ലെ യാത്ര ചെയ്യുമ്പോൾ പുറകിലത്തെ ബസ്സിന്റെ പുറകിലത്തെ സീറ്റിൽ ഇരുന്ന ഒരാൾ നോ പറഞ്ഞാൽ മുമ്പ് ഇരിക്കും നമ്മൾ നിർത്തും. നമുക്ക് നാണക്കേടാ. എന്തിന് നാണക്കേടാ? എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നമുക്കത് വലിയ അഭിമാന പ്രശ്നമാണ്. നമ്മൾ ഒരാൾ നോ പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ്, എന്ത് നോ പറഞ്ഞാൽ എന്ത് അഭിമാന പ്രശ്നമുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. സോ യു ഗെറ്റ് വാട്ട് യു വർക്ക് ഫോർ, നോട്ട് വാട്ട് യു വിഷ് ഫോർ. നിങ്ങൾ എന്തിനു വേണ്ടി പണിയെടുക്കുന്നു അതാണ് നിങ്ങൾക്ക് കിട്ടുക. അല്ലാതെ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അതല്ല. ആഗ്രഹിച്ചിട്ട് പണിയെടുത്താൽ ആഗ്രഹിക്കുന്നത് കിട്ടും. ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ ആഗ്രഹിക്കുന്ന അതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് പണിയൊന്നും മനസ്സിൽ കിട്ടത്തുമില്ല. നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടുമില്ല. നിങ്ങൾ മനസ്സിലാക്കാം. സോ അതുകൊണ്ട് തന്നെ യു ഗെറ്റ് വാട്ട് യു വർക്ക് ഫോർ, നോട്ട് വാട്ട് യു വിഷ് ഫോർ. അത് എപ്പോഴും മനസ്സിലാക്കണം. അതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം. ഇന്ന് നമ്മുടെ ഒരു നല്ല ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. ഈ ചങ്ങാതി, ഒരു പയ്യൻ ജനിച്ചത് ഒറീസയില് 1993-ലാണ്. 1993 പറഞ്ഞാൽ ഇപ്പൊ എത്ര വയസ്സാണ്? വളരെ കുറഞ്ഞ വയസ്സേ ഇപ്പൊ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ 93-ല് എന്ന് പറയുമ്പോൾ ഒരു 29-30 വയസ്സ്, 32 വയസ്സാണ് ഇപ്പൊ. ഈ സ്റ്റോറി നടക്കുന്നതിനൊക്കെ ഒത്തിരി മുമ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാല് ഇങ്ങേർക്ക് ഈ പയ്യന് കാരണം അവന് വളരെ ലോവർ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നൊരു ഫാമിലിയാണ് അയാളുടെ. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും പൈസ, ഫണ്ട് അയാളുടെ ജീവിതത്തിനുള്ള പൈസ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം പുള്ളിക്കായി. അതായത് പൈസയില്ല, വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പുള്ളിയുടെ ചെലവുകൾക്ക് പോലും പൈസ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഇങ്ങേർക്കായിരുന്നു. ചെറിയ പ്രായത്തിൽ 13 വയസ്സിൽ തന്നെ സിം കാർഡ് വിൽക്കാൻ തുടങ്ങി. സിം കാർഡ് വിറ്റ് കഴിഞ്ഞാൽ 100 രൂപ 200 രൂപ കിട്ടും, അറിയാം. അത് വിൽക്കാൻ തുടങ്ങി. 12ാം ക്ലാസ് പാസ്സായ സമയത്ത് കോളേജിൽ ചേർന്നു. കോളേജ് കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി ഒന്ന് ഡ്രോപ്പ് ഔട്ടായി. ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമില്ല, അതിന് പുള്ളി കോളേജിൽ പോയില്ല. കാരണം അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, വലിയ സ്ട്രോങ് ലൈഫ്, പല ജോലികളും പല ഇതും കിട്ടി. അവസാനം ഒരു ഫെലോഷിപ്പ് കിട്ടി. പഠിത്തം കുറവാണല്ലോ, അപ്പൊ ഒരു ചെറിയ ഫെലോഷിപ്പ് കിട്ടി. അപ്പൊ അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യേണ്ടി വന്നു. പല സ്ഥലത്തും യാത്ര ചെയ്യേണ്ടി വന്നു. ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ടി വന്ന സമയത്ത് കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഒരു നല്ല ഹോട്ടൽ കിട്ടാനായിട്ട് പുള്ളിക്ക് ശരിക്കും പറഞ്ഞാല് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് വളരെ ബജറ്റ് ഹോട്ടൽസ് എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. ഒരു ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇവന്റെ ബജറ്റ് ഇപ്പൊ 500 രൂപ ആണെങ്കിൽ, 1000 രൂപ ആണെങ്കിൽ 1000 രൂപയ്ക്ക് ഒരു ഹോട്ടൽ കിട്ടുന്ന എവിടെയാണെന്ന് അറിയില്ല. ഹോട്ടൽസ് ഒക്കെ ഉണ്ടാവും, കിട്ടുന്ന എവിടെയാണെന്ന് അറിയില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ വൃത്തിയുള്ള ഹോട്ടൽസ് ഉണ്ടാവില്ല. അപ്പൊ പുള്ളി അതൊരു വലിയ പ്രശ്നമായിരുന്നു. കാരണം പൈസ ഇല്ലാത്തവരുടെ വിഷമം പൈസ ഇല്ലാത്തവർക്ക് അറിയാവുള്ളൂ അല്ലെ? അപ്പൊ പലപ്പോഴും റിക്ഷക്കാരനോടും ഓട്ടോറിക്ഷക്കാരനോടൊക്കെ ചോദിച്ച് എവിടെയെങ്കിലും കൊണ്ടുവിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച്, അങ്ങനെ അവര് പറയുന്ന ഹോട്ടലിലൊക്കെ പലപ്പോഴും അവിടെ പല അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവർ ഭയങ്കര വിഷമായിരുന്നു അങ്ങനത്തെ കാലത്തൊക്കെ. അപ്പൊ അങ്ങനെ അവര് ജോലി ചെയ്യുന്ന പക്ഷെ യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ല. ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെ ഫ്രസ്ട്രേറ്റ് ആയിരിക്കുന്ന സമയത്ത് പുള്ളി ചിന്തിച്ചു, എനിക്ക് ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയാൽ, ഓട്ടോറിക്ഷക്കാരനെ ഇപ്പൊ ഒരു ഓട്ടോക്കാരൻ കൊണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നു, നമ്മളെ പൈസ ഇല്ല, ഒരു ചെറിയ വാടകയ്ക്ക് ഒരു ലോഡ്ജ് കിട്ടുമെന്ന് വെച്ചാൽ നമ്മളൊരു ഓട്ടോക്കാരൻ കൊണ്ടേ ആക്കി. നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ കൊതുക്, അതുപോലെ ടോയ്ലറ്റ് ശരിയല്ല, അവിടെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഓട്ടോക്കാരനെ വഴക്ക് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഈത്ത പറയാൻ നോക്കുന്നല്ലാതെ നമ്മൾ വേറൊന്നും ആലോചിക്കാറില്ല. നമ്മളെപ്പോഴും യൂസേഴ്സ് ആണ്. നമ്മൾ ക്രിയേറ്റേഴ്സ് അല്ല. നമ്മൾ പറഞ്ഞാൽ പല ആൾക്കാർ ക്രിയേറ്റേഴ്സ് അല്ല. ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, ഞാൻ ചിന്തിക്കാറുണ്ട്. പല ആൾക്കാരും അങ്ങനെയല്ല, യൂസേഴ്സ് ആണ്. അവിടെ ഫ്രസ്ട്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ചങ്ങാതി പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയി, ആസ് എനിബഡി എൽസ് പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയി. ബട്ട് ഈ തോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവരൊരു കാര്യം ചെയ്യും. നമുക്ക് എന്തുകൊണ്ട് മൊബൈൽ ആപ്പൊക്കെ ഉള്ള സമയമാണ്, അല്ലെങ്കിൽ മൊബൈലും ടെക്നോളജിയൊക്കെ വരുന്ന സമയമാണ്. ഈ ബജറ്റ് ഹോട്ടൽസിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റുമോ? ഇതൊരു വശം, ഒരു കൺസ്യൂമറിന്റെ വശം. മറ്റേ സൈഡ് നോക്കിയാൽ ഇഷ്ടംപോലെ ബജറ്റ് ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള പൈസ ഇല്ല, വലിയ വലിയ ഗ്രൂപ്പിനെ ഏൽപ്പിക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ല, അവർക്കും ബിസിനസ് കുറവാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് ആവശ്യക്കാരുണ്ട്, ഒരു സ്ഥലത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് സർവീസ് ഉണ്ട്, ഹോട്ടലുണ്ട്. ഇത് രണ്ടുകൂടെ കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യാം, അല്ലെ ഈ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ എന്ത് ചെയ്യാന്നൊക്കെ പുള്ളി ആലോചിച്ചു. അങ്ങനെ ഒറാവൽ സ്റ്റേസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പുള്ളി 18 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു.
പുള്ളിയുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ബജറ്റ് ഹോട്ടലുകളെ ശരിക്കും പറഞ്ഞാൽ അപ്ലിഫ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ആളുടെ ഉദ്ദേശം. അതിനുവേണ്ടി പഠിക്കാൻ ഇറങ്ങി, ഇഷ്ടംപോലെ സമയമെടുത്ത് പഠിച്ചു, ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ചു. അങ്ങനെ പല കാര്യം ചെയ്തിട്ടും പക്ഷെ ഒത്തിരി പണിയെടുത്തിട്ടും പുള്ളിക്ക് പ്രോഗ്രസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, നഷ്ടത്തിലായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് മനസ്സിലാക്കി, ഞാൻ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഐ ഷുഡ് ഡു സം സ്മാർട്ട് വർക്ക്. അങ്ങനെ ആള് ഡിജിറ്റൽ പോകാൻ തീരുമാനിച്ചു. പുള്ളി ആദ്യം ആലോചിച്ചപ്പോൾ ഒരു ടൗണിൽ, ഇപ്പൊ ബീഹാറിലെ ഒരു ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഹോട്ടൽസ് ഒക്കെ ഒന്ന് പബ്ലിസൈസ് ചെയ്യാം, ഭിത്തിയെല്ലാം പൊട്ടിച്ചു വെക്കാന്നൊക്കെ പറഞ്ഞ പരിപാടി, ഇത് കുറെ പണിയൊന്നും നടന്നില്ല. അവസാനം ഡിജിറ്റൽ പോകാൻ പുള്ളി തീരുമാനിച്ചു. ഡിജിറ്റൽ പോയാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഡിജിറ്റൽ എറയിൽ നമ്മൾ പ്രിന്റഡ് മീഡിയയിൽ പോയാൽ എങ്ങനെ ഉണ്ടാവുക, നടക്കുകയില്ല. സോ അങ്ങനെ ഡിജിറ്റൽ എക്സ്പേർട്ട് ആയിരുന്നില്ല, പിന്നെ പോയി ഡിജിറ്റൽ പഠിച്ചു. അങ്ങനെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കി ഓയോ റൂംസ് എന്നൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഓയോ റൂംസ് വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പൊ ഇയാൾക്ക് ചെറിയ പ്രായമാണ്, 18-19 വയസ്സേ ഉള്ളൂ. 18-19 വയസ്സില് ഇങ്ങേര് പറയുന്ന ഒരു ഡിജിറ്റൽ ആക്കാം, ഞങ്ങൾ അത് ചെയ്യാം, ക്ലീൻ ബെഡ്റൂംസ്, ക്ലീൻ ടോയ്ലറ്റ്, ക്ലീൻ ബെഡ് ലിനൻസ് ഒക്കെ പറഞ്ഞ് പുള്ളി വലിയ പ്രൊമോഷൻ ഒക്കെ നടത്തിയിട്ട് ആരും പുള്ളിയെ കേൾക്കാൻ തയ്യാറില്ല. കാരണം പയ്യനല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേടി, അത് വിജയിക്കുക എന്നുള്ള പേടിയാണ്. ആക്ച്വലി ആരും ചെയ്യാത്ത കാര്യം ചെയ്ത് വിജയിച്ചാലല്ലേ അതിനകത്തൊരു ത്രില്ലുള്ള, അതിനകത്തല്ലേ വലിയ സാധ്യത കിടക്കുന്നത്. നമുക്ക് എപ്പോഴും സെറ്റ് പാറ്റേൺ ആണ്. നമ്മളെപ്പോഴും ഇങ്ങനെ പോയാലേ നടക്കുള്ളൂ, ഇങ്ങനെ പോയാലേ നടക്കുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു തോന്നല. അങ്ങനെ തോന്നുന്നവൻ എപ്പോഴും ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകാറുമില്ല. പക്ഷെ നമ്മൾ ഈ ചങ്ങാതി വിചാരിച്ചത് തിരിച്ചാണ്. പക്ഷെ പുള്ളിക്ക് കൺവിൻസ് ചെയ്യാൻ ഒത്തിരി സമയം എടുത്തു. അവസാനം 3 ഹോട്ടലുകാരെ പുള്ളി ചെയ്തെത്രേ ഉള്ളൂ. ഈ ബഡ്ജറ്റ് ഹോട്ടലിൽ പലപ്പോഴും വൃത്തിയായിട്ടുള്ള ടോയ്ലറ്റ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. അവിടുത്തെ ബെഡ് അതുപോലത്തെ ഫെസിലിറ്റീസ് ഒന്നും ചിലപ്പോൾ പഴയ കാലത്തെ റെനസീറിന്റെ സൈഡിലുള്ള സ്ഥാനങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ പുള്ളി നിർബന്ധിച്ച് മാറ്റിച്ചു. നല്ല വൈറ്റ് ബെഡ് ഇട്ടു, ടോയ്ലറ്റ് വൃത്തിയാക്കി, ടൈൽസ് ഒക്കെ ഒട്ടിച്ച് നല്ല കാണാൻ അകത്തോട്ട് കയറിയ നല്ല ഭംഗിയായി, റിസപ്ഷനൊക്കെ ഉള്ള സ്ഥലത്ത് മോഡിഫൈ ചെയ്ത് 3 പേരെ പുള്ളി കൺവിൻസ് ചെയ്തു. 3 ഹോട്ടലിനെ കൺവിൻസ്. വൈറ്റ് ബെഡ്ഷീറ്റ്സ്, ക്ലീൻ ടോയ്ലറ്റ്സ് ആൻഡ് ഡീസന്റ് റൂംസ്, അതായിരുന്നു അവർ ഓഫർ ചെയ്തത്. പക്ഷെ എന്നിട്ടും ഇതൊന്നും മുന്നോട്ട് പോകാൻ പോയില്ല. ഓയോ റൂംസ് എന്നുള്ള സ്ഥാപനമൊക്കെ തുടങ്ങി. പക്ഷെ ആൾക്കാർ ഇത് കാരണം ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവുന്നില്ല, അത് ഏറ്റെടുത്തില്ല. അപ്പൊ അത് എന്ത് ചെയ്തു, 3 വർഷത്തേക്ക് പുള്ളി ഇതിന്റെ പുറകെ നടന്ന് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും, എന്നതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, ഇത് പ്രൊമോട്ട് ചെയ്യാനും, ഇത് പുഷ് ചെയ്യാനും. ഇത് ഇന്നിപ്പോ അറിയാം, നമ്മുടെ നാട്ടിൽ ചെറിയൊരു തട്ടുകട വരെ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയക്കാരൻ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് അത് ചെയ്യും. കാരണം നമ്മളെ ഇപ്പൊ കോട്ടയത്ത് കറി ആൻഡ് ചട്നി എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി. ഭയങ്കര പ്രൊമോഷൻ, കോട്ടയം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാള്. ഞങ്ങൾ ഇന്നലെ ടൗണിൽ പോയപ്പോ ചുമ്മാ നോക്കി എന്താ സംഭവം. ഒരു കുഞ്ഞു സ്ഥലം, ഒരു ഹാർഡ്ലി ഒരു 80-90 സ്ക്വയർ ഫീറ്റ് ഉള്ളു. ഈ മറ്റേ ഇൻസ്റ്റയില് പോസ്റ്റ് ഇട്ടാണ്ട് ആവേശം കണ്ടാൽ നമ്മൾ വിചാരിക്കാൻ 100 സീറ്റുള്ള വലിയ സംഭവമാണ്, ചെറിയ സ്ഥലം. അപ്പൊ അന്ന് അതൊന്നും ഇല്ല. ഇപ്പൊ എന്ത് ചെയ്തു, പുള്ളി ഇവൻ 3 വർഷത്തേക്ക് ഉറങ്ങാൻ പോലും തയ്യാറായിട്ടില്ല. പക്ഷെ 3 വർഷം കൊണ്ട് അങ്ങനെ ഒരു വേറെ ലെവലിലേക്ക് എത്തി, എക്സ്പോണൻഷ്യലായി. 100 ഹോട്ടൽസ് ഓയോയുടെ ബാനറിൽ 4 വർഷം കൊണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. 100 വർഷം കൊണ്ട് പിന്നീട് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എപ്പോഴും മനസ്സിലാക്കുക, ഫസ്റ്റ് മില്യൺ ഈസ് ഓൾവേസ് ടഫ്, നെക്സ്റ്റ് മില്യൺ വിൽ ഫോളോ. ആദ്യത്തെ 10 ലക്ഷം രൂപ ഉണ്ടാക്കാനേ ബുദ്ധിമുട്ടുള്ളൂ, രണ്ടാമത്തെ മില്യൺ പുറകെ വരും. പക്ഷെ ഈ ആദ്യത്തെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് പലരും തൊഴഞ്ഞു വീണ് മരിച്ച് പാരാലിസിസ് വന്ന ഒരു സൈഡിൽ പോയി എല്ലാം കഴിഞ്ഞാൽ മെന്റലി ആണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിന് പുറകെ പോലെ. അപ്പൊ നമ്മൾ എന്തിനാ ഇതിന്റെയൊക്കെ പുറകെ പോകണം? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജോലിയില്ലേ, അല്ലെങ്കിൽ ചെറിയ പണി ചെയ്താൽ പോരെ, കച്ചവടം ചെയ്താൽ പോരെ. കച്ചവടം വേറെയാണ്, ഈ പറയുന്ന ആശയങ്ങൾ വേറെയാണ്. നിങ്ങൾ മനസ്സിലാക്കാം. അവസാനം എന്ത് ചെയ്തു, പുള്ളി വിജയിച്ചു. $1 ബില്യൺ, അതായത് 24 വയസ്സില് 2018 പുള്ളിക്ക് 7000 കോടി രൂപ പുള്ളി മാർക്കറ്റിൽ നിന്ന് കടമെടുത്തു, മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്തു പുള്ളിയുടെ ഷെയറിൽ. നിങ്ങൾ നാളെ 24 വയസ്സിൽ 7000 കോടി, 24 അല്ല 48 വയസ്സുള്ളിരിക്കുന്ന ഒരാളോട് 7000 കോടിക്കകത്ത് എത്ര പൂജ്യം ഉണ്ടെന്ന് വെച്ചാൽ അറിയത്തില്ല. എന്തിനാ വെറുതെ മെനക്കെടുന്നെന്ന് ചോദിക്കും. 7000 കോടി എടുത്ത ആളുടെ കഥയിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഓയോ പിന്നെ ഹിസ്റ്ററി ആയി. ഓയോ റൂമിൽ ഭയങ്കര ഹിസ്റ്ററി. ഇന്നിപ്പോ 43,000 കൂടുതൽ ഹോട്ടൽസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഹോട്ടൽ ചെയിൻ ആയിട്ട് മാറി. 22 രാജ്യങ്ങളിലാണ് ഇവർക്ക് ഹോട്ടൽസ് ഉള്ളത്. 9,50,000, ഏകദേശം 10 ലക്ഷം റൂംസ് ആണ്. 46,000-ഓളം വെക്കേഷൻ ഹോംസും ആണ് ഇവർക്കുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് പവർ ഓഫ് സ്മാർട്ട് വർക്ക്. എന്താ ചെയ്ത്, ഡിജിറ്റലി എക്സ്പാൻഡ് ചെയ്തു, എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്തു. സോ പേര് റിതേഷ് അഗർവാൾ. 26-ാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ബില്യനെയർ ആണ്. അവര് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ബില്യനെയർ എന്നുള്ള രീതിയിൽ വന്നൊരു വ്യക്തിയാണ് റിതേഷ് അഗർവാൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ ചെയിൻ ടാറ്റയോ ബിർലയോ ലീലയോ അല്ലെങ്കിൽ ഷാങ്ക്രിയിലോ ഒന്നും അല്ല, ഓയോ ആണ്. ഓയോ എന്താ ചെയ്തെന്ന് പറയാം, ഗ്രാമങ്ങളിലെ ചെറിയ ഹോട്ടൽസിനെ മോഡിഫൈ ചെയ്ത് അവർക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി അതിന്റെ ഒരു കണക്ക്. ഇപ്പോഴും നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലും ബജറ്റ് ഹോട്ടൽസ് നോക്കണമെങ്കിൽ ഓയോ നോക്കി കഴിഞ്ഞാൽ കിട്ടും 1000 രൂപയ്ക്ക്. പുള്ളി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ലോകത്തിലെ ഏറ്റവും പെരീഷബിൾ ആയിട്ടുള്ള സാധനങ്ങളിൽ ഒന്നാണ് ഹോട്ടൽ റൂംസ്. ഇന്ന് രാത്രിയിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കോ അല്ല 7 മണിക്ക് മുമ്പ് ആരും എടുത്തില്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തുള്ള വരുമാനം പോയി.
അപ്പൊ എന്ത് ചെയ്യും? ഇവർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സ്പെഷ്യൽ റേറ്റ് ആണ്. അതായത് 7 മണി വരെ റേറ്റ് കിട്ടാത്ത സാധനങ്ങൾക്ക് പിന്നെ റേറ്റ് കുറയ്ക്കും. അപ്പൊ ഭയങ്കര ഡൈനമിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും സ്പൂൺ ഫീഡ് ചെയ്ത് ഒരാളെ സ്പോൺസർ ചെയ്യുന്നു, അയാളെ ട്രെയിൻ ചെയ്യുന്നു, നമ്മൾ അപ്ലൈ തന്നെ ചെയ്യുന്നു, അയാൾക്ക് പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കുന്നു, പ്രൊഡക്റ്റിന്റെ സാറേ ഇന്ന പ്രൊഡക്റ്റ് ഏതിനാ ഉള്ളത്, ലിവറിന് ഏതാ ഉള്ളത്, അതിനെന്താ ഉള്ളത്, ഇതിനെന്താ ഉള്ളത്, നമ്മൾ പഠിപ്പിച്ചു. എത്ര 6 മാസം കഴിഞ്ഞു, ഒരു ആദ്യത്തെ 2 മാസം നമുക്ക് മനസ്സിലാകാം. പിന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ കാറ്റലോഗ് നമ്മൾ കാറ്റലോഗ് നമ്മൾ വായിച്ച് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ ഫോൺ ചെയ്യും, അത് 14 മിനിറ്റിന്റെ വോയിസ് നോട്ട് ഇടും, അതെന്താ ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ വിജയിക്കാനുള്ള മാർഗമായിട്ട് കാണുന്നത്. അതുകൊണ്ടൊന്നും നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ്. നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഈ വ്യക്തിയുടെ കാര്യം ആലോചിച്ച് നോക്കാം. നിങ്ങള് ഹാർഡ് വർക്ക്, പുള്ളിയുടെ ശരിക്കും പറഞ്ഞാൽ ഈ ചെങ്ങാതിന്റെ ജീവിതം ഒരു പഠന പുസ്തകം തന്നെയാണ്. കാരണം വെച്ചാല് പുള്ളി താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് പുള്ളി ഇറക്കി വിട്ടു, വീടിന്റെ വാടക കൊടുക്കാനില്ലാത്തതുകൊണ്ട്. 50 രൂപയായിരുന്നു ആ സമയത്ത് ആളുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ അത് പല സ്ഥലത്തും പൂർണ്ണമായിട്ട് ആഹാരം പോലും കഴിക്കാൻ മണ്ണും പഴവും ഒക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. 50 രൂപയിൽ നിന്ന് 7000 കോടിയിലേക്ക് എത്തിയത് 7 വർഷത്തിലാണ്. 50 രൂപയിൽ നിന്ന് 7000 കോടി. അതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാനും നിങ്ങളും ഒക്കെ. നമുക്ക് ഇതിനെക്കുറിച്ച് 7000 കോടി ഒന്നും വേണ്ട. മാന്യമായിട്ട് ഒരു മാസം ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വേണ്ട, 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതും ഈ കാലഘട്ടത്തിന്റെ കുറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബിസിനസിന്റെ കുറ്റമാണെന്ന് പറയാൻ പറ്റുമോ? നാടിന്റെ കുറ്റമാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കാത്ത ചെയ്യാത്തതല്ലേ ഉള്ളൂ. അതാണ് നമ്മുടെ ആവശ്യം. സോ പവർ ഓഫ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പവർ ഓഫ് എക്സ്പോണൻഷ്യൽ, പവർ ഓഫ് സ്മാർട്ട് വർക്ക്, ഇതൊക്കെ തന്നെയാണ് ബിലീവ്സ്. നമ്മൾ എന്താ മനസ്സിലായി? ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ചങ്ങാതി റിതേഷ് അഗർവാൾ ലക്കിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആള് പറയുന്ന ഇത്രേ ഉള്ളൂ, ഈ ബിലീവ്സ് വെൻ യു വർക്ക് എക്സ്ട്രാ ഹാർഡ് the probability of being lucky is gone up many times. ലക്കിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലക്കി ആവുന്ന ചാൻസ്, അതിന്റെ പ്രോബബിലിറ്റി, അതിന്റെ സാധ്യത പിന്നെ കൂടുവാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇന്നത്തെ പുള്ളിയുടെ ആസ്തി, ഇന്നത്തെ അല്ല, ഒരു വർഷം മുമ്പത്തെ ആസ്തിയാണ് 10,500 കോടി. ഇങ്ങേരുടെ പേഴ്സണൽ ആസ്തിയാണ്. അപ്പൊ പുള്ളി പല ദിവസം ആഹാരം കഴിച്ചില്ല, ഉറങ്ങിയില്ല. ഇതൊക്കെ ചിലപ്പോൾ നമ്മളും ചെയ്യും. ആഹാരം കഴിക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല. പണിയെടുക്കേണ്ട കൃത്യമായിട്ട്. നിങ്ങൾക്ക് ആഹാരം കഴിക്കാനുണ്ടെങ്കിൽ നല്ല കാര്യം. ആഹാരം കഴിക്കാതിരിക്കുന്നവരെ ഇതിപ്പോ എന്റെ മോനോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ സാഹചര്യം അച്ഛൻ ഉണ്ടാക്കിയില്ലല്ലോ, അതുകൊണ്ടാന്ന് പറയും. അതല്ല കാര്യം. ഇങ്ങനെ അവർക്ക് ആഹാരം കഴിക്കാനില്ലെങ്കിൽ നമ്മൾ ചെയ്യുമെന്നുള്ളതല്ല. ആഹാരം കഴിക്കാനുണ്ടെങ്കിൽ നമുക്ക് എത്രയോ ബെറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആലോചിക്കുക, പുള്ളി പല ദിവസങ്ങളിലും ഹോളിഡേയ്സ് പോലും എടുത്തില്ല. പല മീറ്റിംഗും അപ്പോയിന്റ്മെന്റ്, പയ്യനാണ്, ഇവന്റെ കയ്യിൽ ഒന്നുമില്ല കാണിക്കാൻ. അപ്പൊ അപ്പോയിന്റ്മെന്റിന് വേണ്ടി പുള്ളി ബെഗ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് സമയത്ത് പുള്ളിയെ റിജക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി പല ആൾക്കാരെ ഇമെയിൽ കളക്ട് ചെയ്ത് മെയിൽ അയച്ചു. അപ്പം അത് ഫെയിലായി പോയിട്ടുണ്ട്. സോ ഇത് പക്ഷെ അദ്ദേഹം സ്വപ്നം കാണുന്ന ഒരിക്കലും കുറച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇന്റർനെറ്റിൽ നിന്ന് കുറെ ലീഡ്സ് എടുത്ത് കുറെ പേർക്ക് കൊടുത്തു. പല ആൾക്കാർ ഒരാളെ വിളിച്ച് 2 ആളെ വിളിച്ച് പിന്നെ വിട്ടു. അത് വിളിച്ചിട്ട് കാര്യമില്ല. 10 പ്രാവശ്യം 20 പ്രാവശ്യം വിളിച്ചായിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പൊ ചില ആൾക്കാർ 2 വിളിച്ചാ പിന്നെ അങ്ങ് ഇൻഫ്ലുവൻസ് ആണ്. 2 പേരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, 10 പേരെ വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ വേണ്ട, ഉപേക്ഷിച്ചു. ഇങ്ങനെയുള്ള ചില ചിന്തകളാണ് പല ആൾക്കാരും ജീവിതത്തിൽ എങ്ങും എത്താൻ പോകണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഫൈനലി ഈ സക്സീഡഡ്, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾക്കും ജീവിതത്തിൽ ഒരു റിച്ച് ആകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ചാൻസസ് ആർക്കും ഇല്ലാതില്ല, എല്ലാവർക്കും ഉണ്ട്. ബി വിത്ത് അസ്. നമ്മളൊരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമാണ്. ബി വിത്ത് സക്സസ്ഫുള്ളി. വി ആർ ദ ഗോൾഡൻ വിങ്സ് ഫോർ യു ടു ഫ്ലൈ. പറക്കാനുള്ള സ്വർണ്ണ ചിറകുകളാണ്. സ്വർണ്ണ ചിറകുകളൊക്കെ പറക്കണം, എഴഞ്ഞു നടക്കരുത്. മഴവിലിന്റെ മുകളിൽ പറക്കണം, എന്നിട്ട് അതിന്റെ മനോഹാരിത ആസ്വദിക്കണം. നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറയണം, ഐ എം ദി ബെസ്റ്റ്, ഐ ഡിസേർവ് ദ ബെസ്റ്റ്, ഐ ഹാവ് ദ ബെസ്റ്റ്, ഐ എം ഇഗ്നൈറ്റഡ് ആൻഡ് ടുഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല, പണിയെടുക്കാൻ വേണം. എപ്പോഴും പറഞ്ഞ, ഞാൻ എപ്പോഴും പറഞ്ഞു, ഐ എം ദി ബെസ്റ്റ്, ഐ ഡിസേർവ് ദ ബെസ്റ്റ്, ഐ ഹാവ് ദ ബെസ്റ്റ്, ഐ എം ഇഗ്നൈറ്റഡ് ആൻഡ് ടുഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ. നിങ്ങൾ തന്നെ സ്വയം പറയുക, പക്ഷെ അതനുസരിച്ച് പണിയെടുക്കണം. അത് പറഞ്ഞിട്ട് വീട്ടിൽ രാവിലെ വെറുതെ ഇരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താലോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലേ, മാറി ചിന്തിക്കാൻ കഴിയാതെ വരും, ഒക്കെ ചെയ്യുന്ന ജീവിതത്തിൽ വലിയ പ്രശ്നമാണ്. സോ ക്രിയേറ്റ് എ ഗ്രേറ്റ് ഡേ ഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു ദിവസം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ, മറ്റൊരാൾക്ക് സാധിക്കില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു ആഴ്ച ആശംസിക്കുന്നു. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ലെറ്റ്സ് ക്രിയേറ്റ് വണ്ടേഴ്സ് ടുഗദർ. God bless you. See you tomorrow with another leader with another topic. Take care. Bye bye. ഈ ചങ്ങാതിയുടെ റിതേഷ് അഗർവാളിന്റെ പടം മനസ്സിൽ വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ എത്തും മനസ്സിലാക്കാൻ. ഓക്കെ, ടേക്ക് കെയർ.